Who is your next opponent? ഇന്റർ കാശി. എക്സാക്ട്ലി, ടെൽ മീ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ ISL വെച്ച് പരാജയപ്പെടുത്തിയിട്ടേ ഇല്ല. ദ ബിഗ് റീസൺ. ഇന്ന് വേറൊരു കാര്യമാണ് ഉണ്ട്. ഇതുവരെ ഇന്റർ കാശിയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഇതുവരെ കളിച്ചതൊക്കെ സമനിലേ. ഇനി ഇരുവർ തമ്മിൽ ISL ഏറ്റുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ആദ്യ പോരാട്ടമായതുകൊണ്ട് തന്നെ. ഹായ് ഗായ്സ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിനായി ഇറങ്ങുവാണ്. ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കരുത്തരുള്ള ഇന്റർ കാശിയാണ്. ഇന്റർ കാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 മത്സരത്തിൽ അവർ പരാജയപ്പെടാതെയാണ് ഈ ഒരു മത്സരത്തിനായി അവർ വരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെരി സ്ട്രോങ് ടീം തന്നെയാണ് ഇന്റർ കാശി. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ കഴിഞ്ഞ 2 മത്സരത്തിനും പരാജയപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നില്ല. ഇനി നമുക്ക് ഇന്റർ കാശിയുടെ പ്രധാന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. അതായത് കെ പ്രശാന്ത്, പ്രബീർ ദാസ്, നിഷു കുമാർ, ജയേഷ് റാണെ, നരേന്ദ്ര ഗലോട്ട് തുടങ്ങിയ മികച്ച താരങ്ങളൊക്കെ അവരെ സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അബ്ബാസിന്റെ ടീം വെരി സ്ട്രോങ് തന്നെ. സോ അവരുടെ ആദ്യ കളി തന്നെ FC ഗോവക്കെതിരെയും അവർക്കെതിരെ മികച്ച പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. പിന്നെ ഒഡീഷക്കെതിരെയും സമനില. അങ്ങനെ 2 സമനിലയിലാണ് അവർ വരുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ കഴിഞ്ഞ 2 മത്സരത്തിലും ഓപ്പോണന്റ്സിനെതിരെ പരാജയപ്പെട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിനായി ഇറങ്ങുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ നടക്കാന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇതാണ് നമുക്ക് ഈ ഒരു ടീമുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലോട്ട് വരാം. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പെർഫോമൻസ് നടത്തിയ അർഷ് അൻവർ ഷെയ്ഖ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളി പോസ്റ്റിൽ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കരുത്താക്കാൻ വേണ്ടി തന്നെ ഉമർ ബായും അതുപോലെ ബികാഷും നവോച്ച സിംഗും സന്ദീപും തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇറങ്ങാൻ പോകും. ഇനി ഒരു പക്ഷെ സന്ദീപിന് പകരം ഐബൻഡോനും ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നു. പിന്നെ മുന്നേറ്റത്തിലും അതുപോലെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ഡാനിഷ് മാത്രമായിരിക്കും ഒരു പക്ഷെ ബെഞ്ചിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നു. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ കെവിൻ യോക്കയും മുഹമ്മദ് അദിസലിനെയും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയ അത് കുറച്ചുമാടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇന്റർ കാശിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇന്റർ കാശി എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അതായത് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ റണ്ണ് ചെയ്ത് നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന ടീം തന്നെയാണ്. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. കാരണം ബ്ലാസ്റ്റേഴ്സ് ഫുള്ളി ഒരു അറ്റാക്കിലോട്ട് വരുമ്പോൾ ഡിഫൻസ് പോലും സെന്ററിന്റെ മുന്നിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്താണ് അവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് പോലത്തെ മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതാണ് കഴിഞ്ഞ 2 മത്സരത്തിൽ ആവർത്തിച്ച് നമ്മൾ കണ്ടതും അത് തന്നെയാണ്. അതോടെ തന്നെ ആ കാര്യം നമ്മൾ ഡിഫൻസ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടും. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ബ്ലാസ്റ്റേഴ്സിന് വിചാരിച്ച ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും ഈ ഒരു മത്സരം ജയിക്കാൻ പറ്റും. ഉറപ്പായിട്ടും വിക്ടർ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുള്ളിക്കാരൻ ഈ ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും